നമസ്കാരം സുഹൃത്തുക്കളെ. ഓണം എക്സാമിന്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും ഒന്ന് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും ഫാക്ട്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ ഫോളോ ചെയ്ത് ശ്രമിക്കുക. നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ പ്രോബബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ടെക്സ്റ്റിലെ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാലും കൃത്യമായിട്ട് നമ്പേഴ്സ് അവർ തന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഒരു ബോക്സിനകത്ത് ടോട്ടൽ എണ്ണം, അതായത് ടോട്ടൽ 27 ബീഡുകളുണ്ട്. പക്ഷെ പറയുന്നു അത് 2 കളറിലുള്ള ബീഡുകൾ ചേർന്നാണ്, റെഡും ഗ്രീനും. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബോക്സ് വരച്ച് കാണിക്കുന്നുണ്ട്. ഈ ബോക്സിനകത്ത് 2 കളറിലുള്ള ബീഡുകൾ, റെഡും ഉണ്ട്, പിന്നെ എന്തും പറയുന്നു ഗ്രീനും ഉണ്ട്. ഇവയുടെ ഓരോന്നിന്റെ എണ്ണം തന്നിട്ടില്ല. സാധാരണ നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനിലേക്ക് കൃത്യമായിട്ട് റെഡ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഗ്രീൻ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ നമ്പർ പറയുന്നില്ല. പക്ഷെ പകരം ടോട്ടൽ എത്ര ബീഡ്സ് ആണെന്ന് പറയുന്നു, 27 ആണെന്ന് പറയും. എന്നിട്ട് പറയുന്നു നമ്മൾ ഈ ബോക്സിലോട്ട് നോക്കാതെ എന്ത് ചെയ്യുന്നു, ഒരു ബീഡ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഗ്രീൻ ബീഡ് ആവേണ്ട പ്രോബബിലിറ്റി അവിടെ കൃത്യമായിട്ട് പറയുന്നു, ചാൻസ് ഓഫ് ഇറ്റ് ബീയിങ് എ ഗ്രീൻ ബീഡ് ഈസ് 1/3. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ബീഡ് ഗ്രീൻ ബീഡ് ആകേണ്ട പ്രോബബിലിറ്റി നമുക്ക് എഴുതി കാണിക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റിയോ ഗ്രീനിന്റെ തൽക്കാലം ഞാൻ ചെയ്യാന്ന് കൊടുക്കുന്നു. അത് കൃത്യമായിട്ട് അവർ എത്രയെന്ന് പറയുന്നു, 1/3. നമ്മുടെ ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സാധ്യത കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കളറിന്റെ പ്രോബബിലിറ്റി അവർ തരുന്നു. താഴോട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് കിട്ടേണ്ട പ്രോബബിലിറ്റിയാണ് ചോദ്യം. പക്ഷെ നമ്മൾ പഠിച്ചത് പ്രകാരം റെഡ് ബീഡിന്റെ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് റെഡിന്റെ എണ്ണം വേണം, അല്ലെ? ആ എണ്ണം നമുക്കറിയാമോ? ഗ്രീനും അറിയില്ല, റെഡും അറിയില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും ഗ്രീനിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, 1/3 ആണ്. നമുക്ക് സാധാരണ അറിയാം പ്രോബബിലിറ്റി നമ്മൾ ചെയ്യുന്നത് മേളിൽ ഫേവറബിൾ നമ്പർ കൊടുക്കും, താഴെ ടോട്ടൽ നമ്പർ കൊടുക്കും. അപ്പൊ യഥാർത്ഥത്തിൽ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ വരേണ്ടത് ടോട്ടൽ നമ്പറോ ബീഡ്സ് വരണം. ഇവിടെ ടോട്ടൽ 27 എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവര് 27 ആണോ ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്നത്? അല്ല, 3 എന്നാ തന്നിരിക്കുന്നത്. അതിന്റെ മീന് നമ്മൾ എഴുതി കഴിയുമ്പോൾ മേളിലും താഴെ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്തുള്ള ഫൈനൽ ആൻസർ ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ഡിനോമിനേറ്ററിൽ 27 കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഈ 3യെ 27 ആക്കി മാറ്റണം. ടോട്ടൽ എണ്ണമായ 27 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 27 ആക്കണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ ചെയ്യാൻ പറ്റുന്നത് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യാം. തൽക്കാലം നമുക്കറിയാം 3യിൽ നിന്ന് വലിയ നമ്പറായ 27ലോട്ടാണ് പോവേണ്ടത്. അപ്പൊ എന്തായാലും മൾട്ടിപ്ലിക്കേഷനെ നടക്കും. 3യോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 27 ആവുന്നത്? 3യോട് 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 27 ആവുന്നത്? അപ്പൊ ഡിനോമിനേറ്ററിൽ 3 കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ നമ്മൾ 9 കൊണ്ട് ഇൻഡ്യൂ ചെയ്തെങ്കിൽ ന്യൂമറേറ്ററിനെയും എത്ര കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? 9 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പം മേളിൽ നമുക്ക് എന്ത് വരും? 1 × 9 എന്ന് കിട്ടും. 1 × 9 നമുക്ക് എത്രയെന്നറിയാം? 9 എന്നറിയാം. ഡിനോമിനേറ്ററിൽ 3 × 9 എന്തായിട്ട് മാറും? 27. കണ്ടോ, ഇപ്പൊ കൃത്യമായിട്ട് ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പർ 27 വന്നു. ഇപ്പം ഡിനോമിനേറ്ററിൽ നിൽക്കുന്നത് ടോട്ടൽ നമ്പർ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ നമുക്ക് ഫേവറബിൾ ആരായിരുന്നു? ഗ്രീൻ ബീഡ്സ് ആയിരുന്നു. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പറയാം ഈ 9 എന്ന് പറയുന്നത് ഈ ബോക്സിനകത്തുള്ള ഗ്രീൻ ബീഡ്സിന്റെ ടോട്ടൽ എണ്ണം. അപ്പൊ ഗ്രീനിന് നമുക്ക് കൃത്യമായിട്ട് പറയാം 9 ഗ്രീൻ ബീഡ്സ് ഉണ്ട്. അപ്പൊ റെഡ് നമുക്ക് എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 27 എന്ന് പറയുന്നു. അതിന് ഗ്രീൻ എത്രയെന്ന് കിട്ടി? നമുക്ക് 9. അപ്പൊ ബാലൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് ഗ്രീനിന്റെ എണ്ണത്തെ മൈനസ് ചെയ്യുക. 27 നിന്ന് 9 മൈനസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടും പറയാം റെഡിന്റെ എണ്ണം എത്രയാണ്? 18. ഇത്രയും കാര്യങ്ങൾ ആ പ്രോബബിലിറ്റി മാത്രം ബേസ് ചെയ്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കണ്ടോ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? എ പാർട്ട് ചോദിച്ചിരിക്കുന്ന റെഡ് ബീഡ് കിട്ടേണ്ട പ്രോബബിലിറ്റി. റെഡ് ബീഡിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററിൽ നമ്മൾ ഫേവറബിൾ, റെഡിന്റെ ടോട്ടൽ എണ്ണം നമുക്ക് കിട്ടി. എത്രയാണെന്ന് കിട്ടി? 18. അപ്പൊ ന്യൂമറേറ്ററിൽ 18 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എത്രയാണ്? ടോട്ടൽ നമ്പർ 27. 18ഉം 27ഉം എല്ലാം നമ്പേഴ്സ്, നമുക്ക് പരിചയമുള്ള നമ്പേഴ്സ് ആണ്. അത് മാത്രമല്ല അത് ആരുടെ മൾട്ടിപ്പിൾസ് കൂടെയാണ്? 9ന്റെ മൾട്ടിപ്പിൾസ് കൂടെയാണ്. അപ്പൊ 9 കൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 2 എന്ന് കിട്ടും, ഡിനോമിനേറ്ററിൽ നമുക്ക് എത്രയെന്ന് എഴുതാം? 3 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി എത്രയാണെന്ന് പറയാം? 2/3 ആണെന്ന് പറയാം.
കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്ററിനെ നമ്മൾ ടോട്ടൽ എണ്ണത്തിലോട്ട് കൊണ്ടുവരാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ബി പാർട്ട് നോക്കിയാൽ കൃത്യമായിട്ട് ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടിയത് എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ്? ഗ്രീൻ ബീഡ്സിന്റെ എണ്ണം എത്ര? ഓൾറെഡി നമ്മൾ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഗ്രീൻ ബീഡ്സിന്റെ എണ്ണം എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്? 9. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം, 9 ഗ്രീൻ ബീഡ്സ് ഉണ്ട്. ഇനി സി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ്? ഗ്രീൻ ബീഡ് കിട്ടേണ്ട പ്രോബബിലിറ്റി തന്നെയാണ്. പക്ഷേ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇഫ് 5 more ബ്ലൂ ബീഡ്സ് ആർ പുട്ട് ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിലേക്ക് പുതിയ കുറച്ച് ബീഡുകളെ കൂടെ നമ്മൾ ചേർക്കുന്നു, അതിന്റെ കളർ ബ്ലൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിലവിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളർ അല്ലാതെ പുതിയൊരു കളർ ബ്ലൂ വന്നു. അത് എത്ര എണ്ണം ആഡ് ചെയ്തെന്നാ പറയുന്നത്? 5 ബ്ലൂ ബീഡ്സ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ 5 എണ്ണം ആഡ് ചെയ്യുമ്പോൾ ഷുവറായിട്ടും ടോട്ടൽ ബീഡ്സിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നു. നേരത്തെ 27 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ടോട്ടൽ ബീഡ്സിന്റെ എണ്ണം ഈ 27 കൂടെ 5 കൂടെ ചേരുമ്പോൾ എത്രയായിട്ട് മാറുന്നു? 32 ആയിട്ട് മാറുന്നു. 32 ടോട്ടൽ ബീഡ്സ് ഇപ്പൊ ആ ബോക്സിനകത്തുണ്ട്. അപ്പം നമുക്ക് ഇനി ഗ്രീൻ ബീഡ്സിന്റെ പ്രോബബിലിറ്റി ആണ് വേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ടോട്ടൽ എണ്ണം കൊടുക്കേണ്ടത് 27 എന്ന് കൊടുത്താൽ പറ്റില്ല, പുതിയ നമ്പറായ 32 കൊടുക്കുന്നു. ഇനി അതിന് നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഗ്രീൻ ബീഡ്സിന്റെ എണ്ണം. അതല്ലേ നമുക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കിട്ടണം. അപ്പൊ ഗ്രീനിന്റെ ടോട്ടൽ എത്രയാണ്? 9 ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ആരെ കൊടുത്തു? 9. അപ്പൊ 9/32. നമുക്കിപ്പോ തൽക്കാലം വേറെ നമ്പേഴ്സ് ഒന്നും കോമൺ ഫാക്ടേഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു നിർത്താം? 9/32 ആണെന്ന് പറഞ്ഞു നിർത്താം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്പേഴ്സ് തന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരാളുടെ പ്രോബബിലിറ്റി തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്പേഴ്സും ബാലൻസ് ഉള്ള ആൾക്കാരുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഷുവറായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. നന്നായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം. ആ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് അതിന്റെ ബിഹൈൻഡുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വേറെ അധികം കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതി പോകാൻ. അപ്പൊ സുഹൃത്തുക്കൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് കൂടുതലും ആംഗിളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആ സർക്കിൾ എന്ന ചാപ്റ്ററിലെ ആംഗിളിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലെ ഫിഗർ തന്നിരുന്നാൽ ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോഴേ കുറെ ആംഗിൾസ് ആ ചോദ്യം. അപ്പൊ നമ്മൾ ഈ ആംഗിൾസിലോട്ട് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓപ്ഷനിലോട്ട് അല്ലെങ്കിൽ ചോയ്സ് ക്വസ്റ്റ്യന്റെ പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നിരിക്കുന്ന ഫിഗർ നന്നായിട്ട് നോക്കുക. ഇവിടെ ഇപ്പൊ നമുക്ക് ആകെ ഒരേ ഒരു ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ആംഗിളും നമ്മൾ സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളും ഉപയോഗിച്ച് അതിൽ ബാലൻസ് ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതിപ്പോ നമുക്ക് ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷനിൽ ഓരോ പാർട്ടിലായിട്ട് തന്നിട്ടുള്ള ആംഗിൾ ആണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ തന്നിരിക്കുന്ന 40 ഡിഗ്രി വെച്ച് ഈ പിക്ചറിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ബാലൻസ് ആംഗിൾസ് ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ പാർട്ടിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ABC പാർട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആംഗിൾസ് എന്ത് ചെയ്യാൻ പറ്റും? എടുത്തെഴുതി ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഓരോ പാർട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ആംഗിൾസിനെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ആൻസറിലോട്ട് പോകാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നിരിക്കുന്ന വാല്യൂ വെച്ച് ആ ഫിഗറിലെ ബാലൻസ് ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അപ്പൊ ഇവിടുത്തെ ബേസിക് ഐഡിയ ഓൾറെഡി നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു ഫിഗറിൽ ഡിസ്കസ് ചെയ്ത ബേസിക് ഐഡിയ ഇതാ നോക്കിയേ. OC നോക്കിയാലും OB നോക്കിയാലും സർക്കിളിന്റെ റേഡിയസുകളല്ലേ, അതുകൊണ്ട് അവർ ഈക്വൽ ആയിരിക്കില്ലേ. അപ്പൊ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആവുന്നത് കൊണ്ട് തന്നെ ഈ OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ, രണ്ട് സൈഡുകൾ ഈക്വൽ ആവുന്ന ട്രയാങ്കിൾ നമ്മൾ എന്ത് പേര് വിളിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കുന്നു. ഐസോസെലസ് ട്രയാങ്കിളിലെ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവണം. നോക്കിയത് ഈ OB എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആണ് അവർ 40 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പൊ OBയോട് ഈക്വൽ ആയിട്ട് OC ഇല്ലേ? OCയുടെ നേരെ ഓപ്പോസിറ്റ് ബിയുടെ പാർട്ട് നോക്കിയാലും അവിടെ എത്ര ഡിഗ്രി കിട്ടുമായിരിക്കും? 40 ഡിഗ്രി. ഇപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കിയാൽ രണ്ട് ആംഗിൾസ് അറിയാം. അത് സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന മൂന്നാമത്തെ ആംഗിള് കണ്ടുപിടിക്കുക. രണ്ട് ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വളരെ സിമ്പിൾ ആണ്. ട്രയാങ്കിളിന്റെ ആംഗിൾ സം അത്രയാണെന്ന് നമുക്കറിയാം, 180 ഡിഗ്രി, 180 ഡിഗ്രിയാണ്. അപ്പം മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ടോട്ടൽ സമ്മായ 190യിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യണം. ആരെയൊക്കെ മൈനസ് ചെയ്യണം? അറിയാം, നമ്മൾ രണ്ട് ആംഗിൾസിനെ മൈനസ് ചെയ്യണം.
അപ്പൊ 2 മൈനസ് ചെയ്യണതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, അറിയാവുന്ന രണ്ടുപേരെയും കൂടെ ആദ്യം പ്ലസ് ചെയ്യാം. 40 പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുമെന്ന് അറിയാം, 80 കിട്ടുമെന്ന് അറിയാം. ആ കിട്ടുന്ന 80 ഏരിയ നിന്ന് മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ സമായ 180 മൈനസ് ചെയ്യാം. നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടുന്നു? 100. അതായത് സെന്ററിൽ ഫോം ചെയ്യേണ്ട ആംഗിള് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് 2-3 ക്വസ്റ്റ്യനിൽ പറഞ്ഞ റിസൾട്ടാ, സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് പാർട്ടിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എപ്പോഴും ഇവിടെ വരേണ്ടത്, ഓൾട്ടർനേറ്റ് പാർട്ടിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ 100 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും 100ന്റെ പകുതി എത്രയേ കാണുള്ളൂ? 50 ഡിഗ്രി. ഇനി നമ്മൾ ഇതുവരെയും ക്വസ്റ്റ്യനിൽ പറയാത്ത ഒരു റിസൾട്ട് ഉണ്ട്. അതായത് ഈ BC എന്ന് പറയുന്ന കോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾട്ടർനേറ്റ് പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് 50 ആണെന്ന് കിട്ടി. ഇതേ കോഡ് തന്നെ നമ്മുടെ ഈ ചെറിയ ആർക്കിന്റെ പാർട്ടിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ്? D എന്ന് പറയുന്ന പോയിന്റ്. ഈ ഓൾട്ടർനേറ്റ് പാർട്ടിലെ ആംഗിളും സെയിം പാർട്ടിലെ ആംഗിളും തമ്മിൽ റിലേഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷനാ ഓൾട്ടർനേറ്റ് പാർട്ടിലെ ആംഗിളും സെയിം പാർട്ടിലെ ആംഗിളും പരസ്പരം സപ്ലിമെന്ററി, അനുപൂരകമായിരിക്കും. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ 2 ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. അതിൽ ഒരു ആംഗിൾ 50 എന്നറിയാം. അപ്പൊ ഇവിടത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് നമുക്കറിയാവുന്ന 50യെ മൈനസ് ചെയ്യുക. 180 മൈനസ് 50 ആൻസർ എത്രയെന്ന് കിട്ടും? നമുക്ക് 130 ഡിഗ്രി അഥവാ 130 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്ന ആംഗിൾസ് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പറയാൻ പറ്റും. തൽക്കാലം നമുക്ക് നമ്മൾ പഠിച്ച റിസൾട്ടുകളൊക്കെ കണക്ട് ചെയ്തുള്ള എല്ലാ വാല്യൂസും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോയ്സിലോട്ട് നോക്കിയേ. ആദ്യം കണ്ടുപിടിക്കേണ്ട ആംഗിൾ CBO. ഇനി പിക്ചറിലോട്ട് നോക്കിയേ. CBO. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ആംഗിളാണ് CBO. അത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 40 ഡിഗ്രി. ജസ്റ്റ് ആ പിക്ചർ നോക്കി അങ്ങ് എടുക്കും 40 ഡിഗ്രി. അടുത്ത് പറഞ്ഞിരിക്കുന്നത് BOC എന്ന് പറയുന്ന ആംഗിൾ. BOC നോക്കിയേ. B ഉണ്ട്, O ഉണ്ട്, സിയിലോട്ട് വരുന്നത്. അതായത് സെന്ററിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ അല്ലേ. ആ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു? 100 ഡിഗ്രി, 100 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ സെന്ററിലെ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഏതാ? BAC എന്ന് പറയുന്ന ആംഗിൾ. പിക്ചറിലോട്ട് നോക്കിയാൽ ബിയിൽ തുടങ്ങണം, ഇനി എയിൽ വരണം, പിന്നെ സിയിലോട്ട് പോകണം. അതായത് ഈ എയിലെ പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു നമ്മൾ? 50 ഡിഗ്രി. എടുത്ത് നമ്മൾ എഴുതുന്നു 50 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ BDC. ബിയിൽ തുടങ്ങണം, ഡിയിൽ പോകണം, പിന്നെ സിയിലോട്ട് പോകണം. അതായത് D എന്ന് പറയുന്ന പോയിന്റിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ അതും കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 130 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നാലാമത്തെ പാർട്ടിലെ ആംഗിൾ 130. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നമ്മൾ ആ തന്നിരിക്കുന്ന പിക്ചറിലെ ഒരേ ഒരു ആംഗിളെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന റിസൾട്ടുകളൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാക്സിമം ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പടത്തിൽ നോക്കി ജസ്റ്റ് നമുക്ക് വേണ്ട ആംഗിൾസ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു ചോയ്സ് പോലും പോവാതെ എല്ലാ പാർട്ടിന്റെയും ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ റിസൾട്ടുകളും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചേക്കണം. തിയറി പാർട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പഠിക്കുക. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇതും നമ്മുടെ വരയ്ക്കേണ്ട ഒരു പാർട്ട് വരുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 കോഡ്സ്, 2 ഞാണുകൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്ന ഒരു റിസൾട്ട് കൂടെയാണ്. ഓക്കെ, എന്ത് പറഞ്ഞിട്ടുണ്ട്? AB എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സെമി സർക്കിൾ, സർക്കിളിന്റെ ഹാഫ് പോർഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെന്ററിൽ കൂടി കംപ്ലീറ്റ് സർക്കിൾ നമ്മൾ വരച്ച സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഏറ്റവും ലെങ്ത് കൂടിയ കോഡാണ് ഡയമീറ്റർ. ആ ഡയമീറ്റർ ആണ് AB എന്ന് പറയുന്നു. എന്നിട്ട് കൃത്യമായിട്ട് പറയുന്നു APയുടെ ലെങ്ത് 5 സെന്റിമീറ്റർ. അതായത് ഇവിടെ അത് കാണിച്ചിട്ടുണ്ട് 5 സെന്റിമീറ്റർ. PBയുടെ നീളം 3 സെന്റിമീറ്റർ. അതും കാണിച്ചിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ഇനി ഇവിടെ മറ്റൊരു ലൈൻ PC വരയ്ക്കുന്നു. അത് കൃത്യമായിട്ട് അവർ മെഷർ ചെയ്ത് കാണിക്കുന്നു. ഈ PC എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ. അതായത് ഇവിടെ 90 ഡിഗ്രി കാണിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ABക്ക് പെർപെൻഡിക്കുലർ ആണ് PC എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കും. നമ്മുടെ കണ്ടുപിടിക്കേണ്ട A പാർട്ട് ചോദ്യവും എന്ത് തന്നെയാണ്? PCയുടെ നീളം കണ്ടുപിടിക്കുക. അപ്പൊ 2 കോഡ്സിലെ നമ്മളൊരു കണ്ടീഷനായിട്ട് പഠിക്കുന്ന കാര്യമാണ് AB ഡയമീറ്റർ. അതായത് ഒരു കോഡ് ഡയമീറ്ററും രണ്ടാമത്തെ കോഡ് ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ അവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന റിസൾട്ട് എന്താണ്? PA ഇൻറ്റു എന്താണ്? PB ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? PC ഇൻറ്റു PD എന്നല്ല നമ്മൾ പറയുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? PC സ്ക്വയർ എന്ന് പറയും. അതിന് PC അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അറിയാന്നുള്ള വാല്യൂസ് കൊടുത്താൽ പോരെ. PA എന്ന് പറയുന്നത് വരുന്നത് P തൊട്ട് A വരെയുള്ള ലെങ്ത് കൃത്യമായിട്ട് അവർ 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 5 എന്ന് കൊടുത്തു ഇൻറ്റു
അടുത്തെന്താ പി ബി അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 3 ഈക്വൽ ടു നമുക്ക് എന്താ പറയാം PC² ആണെന്ന് പറയാം. 5 × 3 ചെയ്താൽ എത്ര കിട്ടും നമുക്കറിയാം 15 കിട്ടുമെന്ന് അറിയാം. അപ്പൊ 15 ആണ് ആരുടെ സ്ക്വയർ എന്ന് പറയുന്നത് PC². അതിൽ നമുക്ക് വേണ്ടത് PC-യുടെ വാല്യൂ ആണ്. അപ്പൊ PC-യെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ സ്ക്വയർ മാറ്റണം. സ്ക്വയർ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ മാറ്റാൻ റൂട്ട് എടുത്താൽ മതി. റൈറ്റ് സൈഡിൽ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയിട്ട് PC കിട്ടും. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയാം റൂട്ട് 15 പെർഫെക്റ്റ് ആയിട്ടൊരു റൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം എന്തെന്ന് എഴുതിയാൽ മതി റൂട്ട് 15 സെന്റിമീറ്റർ. അതാണ് ആരുടെ നീളം? PC-യുടെ നീളം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ കണ്ടീഷൻ കൃത്യമായിട്ട് ഓർത്തു കഴിഞ്ഞാൽ AB-ക്ക് പെർപെൻഡിക്കുലർ ആണ് PC എന്നുള്ള കാര്യം ഓർത്തു കഴിഞ്ഞാൽ PA × PB = PC² ഇക്വേഷൻ വരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ PC-യുടെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡ്രോ ആൻ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ വിത്ത് PC as a സൈഡ്. ഈ കാണിച്ചിരിക്കുന്ന PC ഒരു സൈഡായിട്ട് വരുന്ന എന്ത് വരയ്ക്കണമെന്നാണ്? ഇക്വലേറ്റഡ് ട്രയാങ്കിൾ വരയ്ക്കണം. കാര്യം വളരെ സിമ്പിളാ. ആദ്യം ഈ പറയുന്ന ഫിഗർ വരയ്ക്കേണ്ടതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ നോക്കിയ A തൊട്ട് B വരെ 5 ഉം 3 ഉം കൂടെ ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ട്? ടോട്ടൽ എത്ര ലെങ്ത് വരുന്നുണ്ട്? ടോട്ടൽ വരുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 ഉം 3 ഉം കൂടെ 8 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് 8 സെന്റിമീറ്റർ ലെങ്ത് വരുന്ന എന്ത് വരയ്ക്കുക? ഒരു ലൈൻ വരയ്ക്കുക. ജസ്റ്റ് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. 8 സെന്റിമീറ്റർ നമ്മുടെ സ്കെയിൽ വെച്ചുകൊണ്ട് എന്താണ് 8 സെന്റിമീറ്റർ ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. എൻഡിൽ A എന്ന പേര് കൊടുക്കുക, ഈ എൻഡിൽ എന്ത് കൊടുക്കുക? B എന്ന പേര് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവർ കാണിച്ചിരിക്കുന്ന പോലെ 5 ഉം 3 ഉമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 7 അവിടെ സ്കെയിൽ ഒന്നുകൂടെ വയ്ക്കുക. കൃത്യമായിട്ട് 5 സെന്റിമീറ്റർ വരുന്ന പോയിന്റ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ, ഇവിടെ 5 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് എത്ര ആയിക്കോളും? 3 സെന്റിമീറ്റർ. ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത പോയിന്റിന് അവർ കൊടുത്തിരിക്കുന്ന മാതിരി P എന്ന് പേര് കൊടുക്കും. ഇനി നമുക്ക് ഈ സെമി സർക്കിളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ AB ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഇപ്പൊ 5 ഉം 3 ഉം 8 ആണ് അല്ലെ? 8 ആയതുകൊണ്ട് നമുക്ക് സെന്റർ സിമ്പിൾ ആയിട്ട് പറയാം 4 വരുന്ന പോയിന്റ് ആയിരിക്കും സെന്റർ. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ലെങ്ത് ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ലെങ്ത് ആണെങ്കിൽ എന്ത് ചെയ്യുമായിരിക്കും? ഈ വരച്ച ലൈനിന്റെ എന്ത് പറയണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതായത് എയുടെ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു എൻഡിൽ, തൽക്കാലം ഞാൻ A എന്ന് പറയുന്നു, എയുടെ അവിടെ നമ്മൾ കോമ്പസ് വയ്ക്കുന്നു. അതിന്റെ മോർ ദാൻ ഹാഫ് ലെങ്ത്, അതായത് AB-യുടെ മോർ ദാൻ ഹാഫ് ലെങ്ത് കോമ്പസിൽ എടുക്കുന്നു. മേളിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ എവിടെയും വരയ്ക്കുക. Aയിൽ കോമ്പസ് ഫിക്സ് ചെയ്ത് മേളിലും താഴെയായിട്ട് ആർക്ക് വരയ്ക്കുന്നു. പിന്നെ വീണ്ടും കോമ്പസ് Bയിൽ ഫിക്സ് ചെയ്യുക. മേളിലും താഴെയായിട്ട് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് എന്ത് വരയ്ക്കുന്നു? ആർക്ക് വരയ്ക്കുന്നു. അങ്ങനെ 2 പോയിന്റുകൾ നമുക്ക് കിട്ടും. ആ പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ആയിരിക്കും ഈ AB എന്ന് പറയുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അത് നമ്മുടെ AB-യെ ഏത് പോയിന്റിലാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ AB-യുടെ സെന്റർ. ഇനി എന്ത് ചെയ്യും? സെമി സർക്കിൾ വരയ്ക്കാൻ ഈ കിട്ടിയ പോയിന്റിലോട്ട്, അതായത് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിൽ കോമ്പസ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു എൻഡിലേക്കുള്ള, ഒന്നുകിൽ A എന്ന് പറയുന്ന എൻഡ് അല്ലെങ്കിൽ B എന്ന് പറയുന്ന എൻഡ്, ആ ഡിസ്റ്റൻസ് കോമ്പസിൽ നമ്മൾ റേഡിയസ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ സെന്ററിൽ കിട്ടിയ പോയിന്റിൽ കോമ്പസ് ഫിക്സ് ചെയ്യുന്നു. എന്ത് വരയ്ക്കുന്നു? Aയിൽ നിന്നോ Bയിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. കൃത്യമായിട്ട് അത് Bയിൽ വന്ന് മീറ്റ് ചെയ്യും. ഇനി നമുക്ക് PC വരയ്ക്കണ്ടേ? PC വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? P നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ P അവിടെ പൊട്ടറായിട്ട് വയ്ക്കുക. കൃത്യമായിട്ട് ഏത് പോയിന്റ് മാർക്ക് ചെയ്യുക? 90 ഡിഗ്രി പോയിന്റ് മാർക്ക്. ആ കിട്ടുന്ന 90 ഡിഗ്രിയെ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇതായിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്? PC എന്ന് പറയുന്നത്. ഈ ലെങ്ത് സൈഡായിട്ട് വരുന്ന ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത അറിയാമല്ലോ, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ കിട്ടിയ PC-യുടെ ലെങ്ത് കോമ്പസിൽ ഇടന്നെടുക്കുക. Pയിൽ അവിടെ കോമ്പസ് ഫിക്സ് ചെയ്യുന്നു. ആ കോമ്പസിലെ ലെങ്ത് വരുന്ന രീതിയിൽ ആർക്ക് വരയ്ക്കും. അടുത്ത Cയിൽ അവിടെ കോമ്പസ് ഫിക്സ് ചെയ്യുക. ഇപ്പൊ വരച്ച ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ. കോമ്പസിലെ ലെങ്ത് മാറരുത്. PC മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് PC എടുക്കുക. Cയിൽ കോമ്പസ് ഫിക്സ് ചെയ്യുക. ആദ്യം വരച്ച ആർക്കിനെ കട്ട് ചെയ്യുന്ന എന്ത് വരയ്ക്കുക? ആർക്ക് വരയ്ക്കുക. ഈ കിട്ടുന്ന പോയിന്റിനെ നമുക്ക് ഏതിലോട്ടൊക്കെ ജോയിൻ ചെയ്യാം? Pയിലോട്ടും ജോയിൻ ചെയ്ത് വരയ്ക്കാം. അതുപോലെ ഏതിലോട്ടും ജോയിൻ ചെയ്ത് വരയ്ക്കാം? Cയിലോട്ടും ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇതാണ് PC സൈഡായിട്ടുള്ള എന്തെന്ന് പറയുന്നത്? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. കാര്യം വളരെ സിമ്പിൾ ആണ്. അവര് ഓൾറെഡി ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിലുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾ വരയ്ക്കുക. പിന്നെ ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ച് എല്ലാ സൈഡും ഈക്വൽ ആവുന്ന രീതിയിൽ ആർക്കുകൾ വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വലേറ്റർ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഇതും സ്ഥിരം 4 മാർക്ക് വരെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗറിന്റെ പാർട്ടിൽ നിന്ന്, രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫിഗറിന്റെ പാർട്ടിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. നന്നായിട്ട് വരച്ച് പഠിക്കുക. ഇതുപോലെ ഇക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ വരാം. അതുപോലെ സ്ക്വയർ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനാദ്യം ഡയറക്റ്റ് ഉണ്ട്. പിന്നെ
ഒരു റെക്ടാങ്കിൾ തന്നിട്ട് അതിന്റെ സെയിം ഏരിയ ഉള്ള മറ്റൊരു റെക്ടാങ്കിൾ സൈഡിന്റെ ലെങ്ത് ഒക്കെ മാറി വരുന്ന രീതിയിൽ വരയ്ക്കുന്ന ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ചാപ്റ്ററിൽ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസോട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ച ലിക്വിഡ് ട്രയാങ്കിൾ വരയ്ക്കുന്നതൊക്കെ തൊട്ട് മുന്നത്തെ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അതേ ക്വസ്റ്റ്യൻസ് തന്നെ കൂട്ടുകാരെ പരിചയപ്പെടുത്തിയത്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ഓൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാണെന്ന് പറയുന്നു? 5n + 3 ആണെന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് xn ആണ്. ആ xn എത്രയാണെന്ന് പറയുന്നു? 5n - 3 ആണെന്ന് പറയുന്നു. അപ്പൊ തന്നിരിക്കുന്നത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, അത് xn ആണെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സീക്വൻസ് എഴുതുക. എ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് എഴുതുക. നമുക്കൊരു സീക്വൻസ് എഴുതാൻ എന്തൊക്കെയാ വേണ്ടത്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് എഴുതി പോവാം? സീക്വൻസ് എഴുതി പോകാൻ പറ്റും. അപ്പൊ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ആ ഡയറക്റ്റ് എഴുതുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം കൂട്ടുകാര്. സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ഒന്നും അധികം ഇല്ലാതെ ഡയറക്റ്റ് എങ്ങനെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് എഴുതും, ആ പറയുന്നതാണ്, ആ ഐഡിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കുക, ഫസ്റ്റ് ടേം എഴുതാൻ ഒന്നും ചെയ്യാനില്ല. തന്നിരിക്കുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ എന്നിനെ നിങ്ങൾ അങ്ങ് ഒഴിവാക്കുക, ബാക്കി വരുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുക. അപ്പൊ 5 എഴുതി, എന്ന് നമുക്ക് വേണ്ട, മൈനസ് കൊടുത്തു, ബാലൻസ് എന്തുകൂടെ ഉണ്ടായിരുന്നു? 3. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 5 - 3 ചെയ്താൽ മതി. 5 - 3 ചെയ്താൽ എത്ര കിട്ടുമെന്ന് അറിയാം? 2 കിട്ടുമെന്ന് അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആരെന്നാണ്? 2 ആണ്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കാൽക്കുലേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നോക്കി നമ്മൾ ആൻസർ എഴുതുന്നു. കോമൺ ഡിഫറൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എപ്പോഴും ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്നിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് നമ്പർ വരുന്നു, നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എന്നിനെ ഫോക്കസ് ചെയ്യണം. എന്നിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് നമ്പറാണോ വരുന്നത് ആ നമ്പർ ആയിരിക്കും ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്. ഇപ്പൊ എന്നിന്റെ കൂടെ വരുന്ന നമ്പർ 5 അല്ലേ? അപ്പൊ ഷുവറായിട്ട് നമുക്ക് പറയാം ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 5 ആണ്. എന്നാൽ ഞാൻ അതാ മേളില് വേറൊരു എക്സ്പ്രഷൻ ഇതാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 5 - 1/2 എന്നത് ഞാൻ എഴുതി. 5 - 1/2 ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധമുള്ളതല്ല, എന്നാലും ആ കോമൺ ഡിഫറൻസ് എങ്ങനെ എടുക്കുന്നു എന്ന് പറയാൻ വേണ്ടി 5 - 1/2. അവിടെ നമ്മൾ നോക്കിയ കോമൺ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പർ നോക്കിക്കോടാ, എന്നതാ ഇവിടെയല്ലേ നിൽക്കുന്നത്, രണ്ടാമത്തെ ടേബിളല്ലേ നിൽക്കുന്നത്, അതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 1/2 എന്നായിരിക്കും കൂട്ടുകാർ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 1/2ന്റെ ലെഫ്റ്റ് സൈഡിൽ അതിന്റെ സൈൻ ഉണ്ടാവും, അതും കൂടെ ചേർത്തെടുക്കണം. ഇവിടെ കൃത്യമായിട്ടും 1/2ന്റെ ലെഫ്റ്റിൽ മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തുകൂടെ ചേർത്ത് തന്നെ എടുക്കണം? മൈനസും കൂടെ ചേർത്ത് കോമൺ ഡിഫറൻസ് -1/2 എന്ന് തന്നെ എടുക്കണം. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ തന്നിരിക്കുന്നത് പ്രകാരം ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് കിട്ടി. ഇനി സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം 2 എന്ന് മനസ്സിലായില്ലേ? കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് പോയാൽ പോരെ. അപ്പൊ 2വിനോട് 5 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 7 കിട്ടുന്നു. 7ന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 12 വരുന്നു, എക്സെട്ര. ഇത്രയേ ഉള്ളൂ ആ സീക്വൻസ്. ഇനി രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറയുന്ന പാർട്ടിൽ പറയുന്ന ക്വസ്റ്റ്യൻ 122 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേമിന്റെ പൊസിഷൻ ഈ സീക്വൻസിൽ 122 ഏത് പൊസിഷനിലെ ടേമാണ്? അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ഏതെങ്കിലും ഒരു ടേം തന്നിട്ട് അവർ പൊസിഷൻ ചോദിച്ചാൽ നമ്മൾ ഇത്രയും കരുതിയാൽ മതി. ഈ തന്നിരിക്കുന്ന ടേം സീക്വൻസിലെ എന്ത് ടേമാണെന്ന് സങ്കല്പിക്കുക. എന്ത് ടേം എന്ന് പറഞ്ഞാൽ xn അല്ലേ? ആ xn ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5n - 3. അപ്പൊ xn ആണ് എന്ത് ടേമാണ് ആരെന്ന് സങ്കല്പിക്കുക? 122 എന്ന് സങ്കല്പിക്കുക. അപ്പൊ xn ഈക്വൽ ടു എന്താണെന്ന് പറയാം? 122. ആ xn അവർ 5n - 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 5n - 3 എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? 122. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് n കിട്ടും. ആ n ആയിരിക്കും 122ന്റെ പൊസിഷൻ. അപ്പൊ നോക്കിക്കേ, 5n = -3 റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താവും? +3. അപ്പൊ 122ന്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്യുന്നാൽ എന്ത് വരും? 125 ആയിട്ട് മാറും. അതിൽ നിന്ന് നമുക്ക് n പറയാൻ പറ്റും എന്താണ്? 125 മൾട്ടിപ്ലൈ ചെയ്യുന്ന 5 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഡിവൈഡർ ബൈ എന്ന് പറയാം 5 എന്ന് പറയാം. അപ്പൊ 125/5 എത്ര കിട്ടും നമുക്ക് ആൻസർ? കൃത്യമായിട്ട് പറയാം 25 എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിലെ 25ാമത്തെ ടേമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ 122 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്?
കൂട്ടുകാർക്ക് ഈ രണ്ട് പാർട്ടിന്റെയും ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ പാർട്ടിലോട്ട് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. ആദ്യത്തെ 25 ടേംസിന്റെ എന്ത് കണ്ടുപിടിക്കാം? സമ്മ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ 25 ടേമിന്റെ സം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സമ്മുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആലോചിക്കണം. സീക്വൻസിന്റെ സമ്മുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ഇവിടെ നമുക്കിപ്പം ഫസ്റ്റ് ടേം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഫസ്റ്റ് ടേമും 25ാമത്തെ ടേം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 122 എന്ന്. അപ്പൊ ലാസ്റ്റ് ടേമും കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം വരുന്ന ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. വാല്യൂസ് കൊടുത്താൽ മതി. 25 ടേംസിന്റെ സമ്മല്ലേ. അപ്പൊ നമ്പർ ഓഫ് ടേംസ് 25 ആണ്. 25/2 ഇൻറ്റു x1. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലേ. ഫസ്റ്റ് ടേം നമുക്ക് എത്രയാണെന്ന് അറിയാം? 2 ആണെന്നറിയാം. പ്ലസ് xn ലാസ്റ്റ് ടൈം അല്ലേ. അത് 25ാമത്തെ ടൈം നമുക്ക് കിട്ടി 122. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എടുത്താൽ പോലെ ആൻസർ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്ത് പറയാൻ പറ്റും? നമുക്ക് 25/2 തൽക്കാലം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റു 122 പ്ലസ് 2 എന്തായിട്ട് മാറും? 124 ആയിട്ട് മാറും. അതിൽ 124 ഈവൻ നമ്പർ ആയിട്ട് നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാം? കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 122ന്റെ പകുതി എത്ര വരും? 124ന്റെ ഹാഫ് എത്ര വരും? 124ന്റെ ഹാഫ് എത്രയാണ് നമുക്ക് പറയാൻ പറ്റും? 62 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ മതി? 25 ഇൻറ്റു 62 ചെയ്താൽ മതിയാവും. 25 ഇൻറ്റു 62 ചെയ്യാൻ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എഴുതി കണ്ടുപിടിച്ചാൽ മതി. 25 ഇൻറ്റു എന്താണ്? 62. 25 ഇൻറ്റു 62 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2 എന്താവും? 10. 0 കൊടുത്തു 1 ബാലൻസ്. 2 ഇൻറ്റു 2 4 ആണ്. 4 1 കൂടെ എത്ര വരും? 5 വരും. പിന്നെ 6 കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ. 6 ഇൻറ്റു 5 എത്രയാണ്? 30. അപ്പൊ നമ്മൾ 0 എഴുതി. 3 ബാലൻസ്. 6 ഇൻറ്റു 2 എത്ര വരും? 12. 12 3 കൂടെ എത്ര വരും? 15. അപ്പൊ 15 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ആഡ് ചെയ്തെടുത്തു 0 5 5 1. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? നമുക്ക് വേണ്ട സമ്മ് 1 5 5 0 എന്ന് കൃത്യമായിട്ട് പറയാം. അപ്പൊ സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയാമെങ്കിൽ n/2 ഇൻറ്റു x1 പ്ലസ് x. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഏകദേശം നിങ്ങളുടെ 4 ചാപ്റ്ററിൽ നിന്നും കവർ ചെയ്യാൻ പറ്റുന്ന ഏകദേശം എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോസും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി നല്ലൊരു ഓണം കൂടെ ആശംസിച്ചുകൊണ്ട് നടത്തുന്നു.